എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രകാരം അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ നാളെ അവസാനിക്കും. അതായത് ജൂൺ 17-ാം തീയതി അവസാനിക്കും. അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഇതുവരെ അഡ്മിഷൻ നേടിയിട്ടില്ല എങ്കിൽ ജൂൺ 17-ാം തീയതി അതായത് നാളെ വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അപ്പോൾ 5 മണി വരെ അഡ്മിഷൻ ടൈം ഉണ്ട്. എന്നാൽ നിങ്ങൾ കുറച്ച് നേരത്തെ പോയിട്ട് അഡ്മിഷൻ എടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നാളെ വരെയാണ് ഈ ഒരു +1 ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രകാരം അഡ്മിഷൻ ഉണ്ടായിരിക്കുക. അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടാതിരിക്കുകയാണെങ്കിൽ അലോട്ട്മെന്റ് പ്രോസസ്സിൽ നിന്ന് നിങ്ങളെ പുറത്താക്കുന്നതും പിന്നീട് വരുന്ന സെക്കൻഡ് തേർഡ് അലോട്ട്മെന്റിൽ പരിഗണിക്കില്ല. അതുപോലെ തന്നെ സപ്ലിമെന്ററി ഘട്ടത്തിൽ നിങ്ങൾ അലോട്ട്മെന്റ് കിട്ടി അഡ്മിഷൻ നേടാത്ത ജില്ല ഏതാണോ ആ ഒരു ജില്ലയിലെ സപ്ലിമെന്ററി ഘട്ട അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റത്തില്ല. കാരണം നിങ്ങളുടെ ആപ്ലിക്കേഷനൊക്കെ വെച്ച് നിങ്ങൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ നോൺ ജോയിൻഡ് കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണാൻ പറ്റുക. അപ്പോൾ അതുകൊണ്ട് തന്നെ സപ്ലിമെന്ററി ഘട്ടത്തിലും അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾ സ്കൂളിൽ അഡ്മിഷനായിട്ട് പോവുകയും നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളിലോ അല്ലെങ്കിൽ നിങ്ങൾ നൽകിയിട്ടുള്ള താലൂക്ക് പഞ്ചായത്ത് അങ്ങനെ എന്തെങ്കിലും തെറ്റായ കാരണം നിങ്ങൾക്ക് അതായത് തെറ്റായിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുകയും അപ്പോൾ അത് കാരണം നിങ്ങളോട് സ്കൂളിൽ നിന്ന് പ്രിൻസിപ്പാൾ പറഞ്ഞു നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ തരാൻ പറ്റത്തില്ല, നിങ്ങളുടെ അപേക്ഷയിൽ തെറ്റുണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തരാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ ആ ഒരു ആപ്ലിക്കേഷനിൽ സ്കൂളിൽ നിന്ന് കൃത്യമായിട്ട് തന്നെ ഇന്ന ഡീറ്റെയിൽസിൽ അതായത് ഡോക്യുമെൻസിൽ എറർ ഉണ്ട്, അപ്പോൾ അങ്ങനെയുള്ള കാര്യം രേഖപ്പെടുത്തും. അപ്പോൾ അങ്ങനെ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സപ്ലിമെൻ്ററി ഘട്ടത്തിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റുകളിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ചോദിച്ചൊരു സംശയമായിരുന്നു, അതായത് ഞാൻ ഒന്നിലധികം ജില്ലയിൽ അലോട്ട്മെൻറ്റിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നാൽ എനിക്ക് 2 ജില്ലകളിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയ ഒരു ജില്ലയിലെ സ്കൂളിൽ എനിക്ക് താല്പര്യമില്ല, അപ്പോൾ മറ്റേ ജില്ലയിൽ ഞാൻ ടെമ്പററി അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ജില്ലയിൽ എനിക്ക് അടുത്ത അലോട്ട്മെൻറ്റിൽ എന്നെ പരിഗണിക്കുമോ എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഡൗട്ടിൻ്റെ ഉത്തരം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ കണ്ണൂർ ജില്ലയിലെ അലോട്ട്മെൻറ്റിൽ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്തു അപ്ലൈ ചെയ്തു. അതുപോലെ തന്നെ ഞാൻ പാലക്കാട് ജില്ലയിൽ ഞാൻ അപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പോൾ ഇങ്ങനെ 2 ജില്ലകളിൽ അപ്ലൈ ചെയ്തു. എനിക്കിപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ജില്ലയിൽ മാത്രമേ എനിക്ക് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളൂ എങ്കിൽ ഞാൻ ആ ഒരു ജില്ലയിൽ ഞാൻ പോയിട്ട് ടെമ്പററി അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് അടുത്ത അലോട്ട്മെൻറ്റിൽ എന്നെ കണ്ണൂർ ജില്ലയിലും പരിഗണിക്കും, പാലക്കാട് ജില്ലയിലും എന്നെ പരിഗണിക്കും. ഇനി അതേസമയം എനിക്കിപ്പോൾ പാലക്കാട് ജില്ലയിൽ മാത്രമാണ് കിട്ടിയത്, കണ്ണൂർ ജില്ലയിൽ കിട്ടിയിട്ടില്ല. അങ്ങനെയെങ്കിൽ പാലക്കാട് ജില്ലയിൽ ഞാൻ പോയിട്ട് ടെമ്പററി അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ എന്നെ അടുത്ത കണ്ണൂർ ജില്ലയിലെ അലോട്ട്മെൻറ്റിലും പരിഗണിക്കും. അതുപോലെ തന്നെ അതായത് കണ്ണൂർ ജില്ലയിലെ അലോട്ട്മെൻറ്റിലും പരിഗണിക്കും. അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിലെ ആ ഒരു അലോട്ട്മെൻറ്റിലും എന്നെ കൺസിഡർ ചെയ്യും. അപ്പോൾ ഇങ്ങനെ 2 ജില്ലകളിലും എന്നെ ഈ രീതിയിൽ പരിഗണിക്കും. ഇനി അതേസമയം എനിക്കിപ്പോൾ കണ്ണൂർ ജില്ലയിലും ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു, അതുപോലെ പാലക്കാട് ജില്ലയിലും എനിക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, എനിക്ക് കണ്ണൂർ ജില്ലയിലും കിട്ടി പാലക്കാട് ജില്ലയിലും കിട്ടി, അത് 2 ജില്ലയിലും കിട്ടി. എനിക്ക് 2 ജില്ലയിലും താല്പര്യമുണ്ട്. എന്നാൽ എനിക്ക് കൂടുതൽ താല്പര്യമുള്ള കോഴ്സ് കിട്ടിയത് കണ്ണൂർ ജില്ലയിലാണ്. എന്നാൽ പാലക്കാട് ജില്ലയിൽ എനിക്ക് കിട്ടിയ ഓപ്ഷൻ്റെ മുകളിലുള്ള ബാക്കി ഓപ്ഷൻ എനിക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു സ്കൂൾ കോഴ്സാണ് ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞാൻ എവിടെ അഡ്മിഷൻ എടുക്കും? അതായത് കണ്ണൂർ ജില്ലയിൽ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ എന്നെ പാലക്കാട് പരിഗണിക്കുമോ, പാലക്കാടാണ് അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ കണ്ണൂർ ജില്ലയിലേക്ക് എന്നെ പരിഗണിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു 2 വിഭാഗങ്ങളിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തെ അഡ്മിഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ. കാരണം അഡ്മിഷൻ എടുക്കാൻ പോകുന്ന സമയത്ത് നിങ്ങളുടെ TCയും അതുപോലെ തന്നെ സ്വഭാവ സർട്ടിഫിക്കറ്റും നിങ്ങൾ സ്കൂളിൽ നിർബന്ധമായിട്ടും കൊടുക്കേണ്ടതായിട്ട് വരും. അതിപ്പോൾ ടെമ്പററി അഡ്മിഷനാണ് എടുക്കുന്നതെങ്കിലും നിങ്ങൾ സ്കൂളിൽ ആ ഒരു ഡോക്യുമെൻറ്റ് നിങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു വിദ്യാർത്ഥിക്ക് ഒരു TCയും ഒരു സ്വഭാവ സർട്ടിഫിക്കറ്റ് മാത്രമേ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ജില്ലയിലെ ടെമ്പററി ആണെങ്കിലും അഡ്മിഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞാനിപ്പോൾ കണ്ണൂർ ജില്ലയിലാണ് അഡ്മിഷൻ നേടുന്നതെങ്കിൽ അടുത്ത അലോട്ട്മെൻറ്റിലൊന്നും എനിക്ക് പാലക്കാട് ജില്ലയിൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ പാലക്കാട് ജില്ലയിലാണ് ഞാൻ അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ ടെമ്പററി എങ്കിലും ആയിട്ട് അഡ്മിഷൻ എടുക്കുന്നെങ്കിൽ പിന്നീട് കണ്ണൂർ ജില്ലയിൽ അലോട്ട്മെൻറ്റ് കിട്ടിയ സീറ്റിൽ ഞാൻ അഡ്മിഷൻ എടുക്കാത്തത് കാരണം തന്നെ എനിക്ക് പിന്നീട് കണ്ണൂർ ജില്ലയിലെ ഒരു അലോട്ട്മെൻറ്റിലും പിന്നീട് പറ്റത്തില്ല. പിന്നീട് സ്പോട്ട് അഡ്മിഷനിൽ മാത്രം പങ്കെടുക്കാൻ പറ്റും. അതല്ലെങ്കിൽ എനിക്ക് സ്കൂൾ ഡിസ്ട്രിക്ട് ട്രാൻസ്ഫർ വരുന്ന സമയത്ത് ആ ഒരു ജില്ലയിലേക്ക് ട്രാൻസ്ഫർ കൊടുക്കാൻ പറ്റും. ഈ ഒരു രീതിയിൽ മാത്രമേ എനിക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ജില്ലയിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അഡ്മിഷൻ അതായത് അലോട്ട്മെൻറ്റ് കിട്ടിയ ആ ഒരു ജില്ല ഏതാണോ, അതായത് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ള സ്കൂൾ അതുപോലെ തന്നെ ജില്ല ഏതാണോ അതിനനുസരിച്ച്, അതുപോലെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ള കോഴ്സ് ഏത് ജില്ലയിലാണോ കിട്ടിയത് അതിനനുസരിച്ച് ജോയിൻ ചെയ്യാം. അതായത് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് പോയിട്ട് വരാൻ പറ്റുന്ന ജില്ല ഏതാണോ ആ ജില്ലയിലെ അലോട്ട്മെൻറ്റ് കിട്ടിയ സ്കൂളിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് പോയിട്ട് വരാൻ പറ്റുന്ന സൗകര്യത്തിനനുസരിച്ചുള്ള സ്കൂൾ ഏതാണോ ഏത് ജില്ലയിലെ സ്കൂളാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. 2 ജില്ലകളിൽ അലോട്ട്മെൻറ്റ് കിട്ടി ഏതെങ്കിലും ഒരു ജില്ലയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. അതുകൊണ്ട് തന്നെ ഒരു ജില്ലയിലെ അലോട്ട്മെൻറ്റ് ഓട്ടോമാറ്റിക്കലി അവിടെ റദ്ദാക്കപ്പെടുകയും ആ ഒരു അലോട്ട്മെൻറ്റിൽ നിങ്ങൾ നോൺ ജോയിൻ ആയിട്ട് കണക്കാക്കുകയും നിങ്ങൾക്ക് പിന്നീട് അടുത്ത അലോട്ട്മെൻറ്റിലൊന്നും ആ ഒരു ജില്ലയിൽ പങ്കെടുക്കാൻ പറ്റുന്നതല്ല. നിങ്ങൾക്ക് എന്നാൽ പിന്നീട് ജില്ലാ ട്രാൻസ്ഫർ വരുന്ന സമയത്ത് ആ ഒരു ജില്ലയിലേക്ക് ട്രാൻസ്ഫറിന് അപേക്ഷിച്ച് നിങ്ങൾക്ക് സ്കൂൾ കോഴ്സ് മാറാനായിട്ട് പറ്റുന്നത് ആയിരിക്കും.
അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ കാര്യം എന്ന് പറയുന്നത്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, വിദ്യാർത്ഥികൾ നാളെ വൈകുന്നേരത്തിനാവും അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ സീറ്റ് നഷ്ടപ്പെടും. അതിനാൽ തന്നെ വിദ്യാർത്ഥികൾ നാളെ വൈകുന്നേരത്തിനാവും പോയിട്ട് അഡ്മിഷൻ എടുക്കുക. അഡ്മിഷൻ എടുക്കാൻ പോകുന്ന സമയത്ത് നിങ്ങളുടെ SSLC റിസൾട്ടിൻ്റെ പ്രിൻ്റ് ഔട്ട്, അതുപോലെ തന്നെ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ, അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ TC, അതുപോലെ സ്വഭാവ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ബോണസ് പോയിന്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ബോണസ് പോയിന്റ് സർട്ടിഫിക്കറ്റ്, ടൈ ബ്രേക്ക് സർട്ടിഫിക്കറ്റ്, അത് ക്ലബ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ LSS, NMS, USS, അതുപോലെ നിങ്ങൾ അപേക്ഷയിൽ കൊടുത്ത് എന്തൊക്കെ സർട്ടിഫിക്കറ്റ് ഉണ്ടോ ആ ഒരു സർട്ടിഫിക്കറ്റുകൾ, അതുപോലെ തന്നെ EWS സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ടെമ്പററി അഡ്മിഷൻ ആണെങ്കിൽ ഫീസ് വേണ്ട, പെർമനൻറ്റ് അഡ്മിഷൻ ആണെങ്കിൽ അലോട്ട്മെൻറ്റ് ലെറ്ററിൽ പറഞ്ഞിട്ടുള്ള ഫീസ് എന്നിവയും, അതുപോലെ തന്നെ നിങ്ങളുടെ റേഷൻ കാർഡിൻ്റെ കോപ്പി, അതുപോലെ റേഷൻ കാർഡ് ഒറിജിനൽ കൂടി എടുക്കാൻ നോക്കുക, അതുപോലെ തന്നെ ആധാർ കാർഡിൻ്റെ കോപ്പി, അതുപോലെ ആധാർ കാർഡിൻ്റെ ഒറിജിനൽ കൂടി എടുക്കാൻ നോക്കുക. അത് ഒറിജിനൽ ആധാർ കാർഡും റേഷൻ കാർഡും സ്കൂളിലൊന്നും കൊടുക്കേണ്ട, അത് നിങ്ങളുടെ കയ്യിൽ തന്നെ വെക്കുകയാണ് വേണ്ടത്. അപ്പോൾ വെറുതെ ജസ്റ്റ് വേണമെങ്കിൽ എടുക്കാം, വേണമെങ്കിലല്ല ജസ്റ്റ് എടുക്കുക. കാരണം എന്തെങ്കിലും ഡീറ്റെയിൽസ് അതിൽ നോക്കാൻ വേണ്ടിയിട്ടാണ് ഒറിജിനൽ കൂടി എടുക്കണമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷനാണ് എടുക്കുന്നതെങ്കിൽ ഫീസ്, അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും റിസർവേഷൻ ഡീറ്റെയിൽസോ മറ്റോ നിങ്ങൾ അപേക്ഷയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡോക്യുമെൻറ്റ്സുകൾ എന്നിവ സഹിതം വിദ്യാർത്ഥി ഈ ഒരു അഡ്മിഷൻ എടുക്കാൻ പോകുന്ന സമയത്ത് എടുത്തിട്ട് പോവേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.